ഇനി എന്റെ കാര്യം പറയാം. ഞാനൊരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പൽസ് AF1908 ആണ്. ഇത് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് DLD പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ എന്താ പറയാ, ആദ്യം ഒരു ക്ലയന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലയന്റ് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റാതായ സമയത്ത് പുള്ളി എനിക്ക് തന്നു. അങ്ങനെ ഞാൻ കുറേശ്ശെ പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചെടുത്തത്. സോ ഇതാണ് ആ പ്രോപ്പർട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ധനൂപിന്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പർപ്പസിലാണ് എടുത്തിരുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. എന്താ പറയാ, ഇത് ബാത്റൂമാണ്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാര്യം തുടക്ക സമയത്താണ് നമ്മൾ ഇത് ക്ലയന്റിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പം വാങ്ങിക്കുന്ന സമയത്ത് ഞാനതൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പർപ്പസിൽ മാത്രമാണ് വാങ്ങിച്ചത്. ബട്ട് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് സ്റ്റുഡിയോ. ഞങ്ങൾ ഒരുപാട് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹോട്ടലിൽ താമസിക്കുമ്പോഴുള്ള അതേ ഫീലാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ TV വരും. ഇനി അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കണ്ടാ, ഒരു 2 ചെയർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോന്നും തുറക്കുമ്പോഴത്തേക്ക് കണ്ട ലൈറ്റ് അടക്കം വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധനൂപില് ഹാറ്റ്സ് ഓഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യം ഇത് കിട്ടിയപ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബാൽക്കണിയെ പറ്റിയിട്ടായിരുന്നു. ബാൽക്കണി ഞാൻ ചിന്തിച്ചത് ഒരു ഹ്യൂജ് ബാൽക്കണി ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ നോർമലി ഹ്യൂജ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ബാൽക്കണിയാണ്. പിന്നെ ഇതിന്റെ വ്യൂവിലും എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാര്യം അപ്പുറത്തൊരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് വ്യൂവിലും കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ വ്യൂവും നന്നായിട്ടുണ്ട്. കാര്യം ഇത് ടോട്ടൽ 20 ഫ്ലോർ ആണ് വരുന്നത്. 21 ഫ്ലോർ ആണുള്ളത്. അതിനകത്ത് 19th ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് നമുക്ക് കണ്ട് ഇവിടെ പാർക്ക് വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി വേറൊരു പാർക്കും വരാൻ പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. കംപ്ലീറ്റ് ഹാൻഡ് ഓവറായി നല്ല ഇതാണ്. സോ ഇതാണ് ഓഫ് പ്ലാനിൽ നല്ല ട്രസ്റ്റ് ചെയ്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എടുത്ത സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 615,000 ആയിരുന്നു. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി 730 വരെ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഡൗട്ട്. കാര്യം എനിക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യത്തെ പർച്ചേസ് ചെയ്ത ഒരു വീടാണ്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഒരു ആഗ്രഹമില്ല. ഇപ്പം ഞാൻ എന്താ ഷോർട്ട് ടൈം റെന്റൽ എന്നും പറഞ്ഞ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇപ്പം മനസ്സിൽ തോന്നിയതാണ്. കാര്യം എല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഷോർട്ട് ടൈം റെന്റിൽ തന്നെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ.